ഗൈസ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന കാർ പാർക്കിംഗ് മൾട്ടിപ്ലയറിൻ്റെ വെബ് സീരീസ് ആയിട്ട്. അപ്പം നമ്മളൊരു ബസ് സ്റ്റാൻഡ് കാരണം എന്തായാലും നമ്മൾ ബസ്സിൽ ഇങ്ങോട്ട് വന്നാണ്. ഒരു വണ്ടി എടുക്കണ്ടല്ലോ വിചാരിച്ച്, കാരണം ഒരു വണ്ടി എടുത്താൽ നമ്മൾ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് വണ്ടി എടുക്കാൻ വന്നതാണ്. വിചാരിക്കും പുതിയ എടുക്കുക, വേറെ ഒന്നുമല്ല മൈസ് നമ്മളെ ഒരു വണ്ടി ഇങ്ങോട്ട് കൊടുത്തിന് ജോണിന്. ജോൺ പറഞ്ഞതെന്ന് പറയുകയാണെങ്കിൽ വണ്ടീൻ്റെ പണിയൊക്കെ കഴിഞ്ഞു വന്ന് എടുത്തോന്ന് പറഞ്ഞത്. അപ്പം നമ്മളെടുക്കാൻ വരികയാണ്. മോനെ ഒരു ബസ് ഇവിടെ വെച്ചെന്ന് കിട്ടോ ഗൈസ്, അത് ഇടിച്ച് കൊണ്ടുവന്നാന്ന് തോന്നുന്നുണ്ട്. പണി കഴിഞ്ഞിട്ട് കൊണ്ടുപോയിക്കോളും. പിന്നെ ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു ഗൈസ്, കാണാം. എൻ്റെ മോനെ പോലീസുണ്ട് ഗൈസ്. പോലീസ് ഇപ്പം നമുക്ക് വിഷയമില്ല, കാരണം കാര്യം പറഞ്ഞുതരാം. എൻ്റെ മോന് ജീവാഗന, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പണിയൊന്നും പറ്റിയില്ല. ജോൺ റെഡിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നേരെ ജീവാഗൻ റെഡിയാണ് തന്നെ. സ്പീഡ് ടെസ്റ്റ് കൊണ്ടുവരാൻ കൊണ്ടുവരും, എടുത്ത് തട്ടി കലയുന്ന പറയും. കൊണ്ടുവച്ച ട്രക്കായിക്കും അല്ലല്ലേ, കുറേ ട്രക്ക് കാണിക്കുന്നു. നമുക്കെന്തായാലും ചേട്ടൻ്റെ കരച്ച് പോവാം. വണ്ടി റിവീൽ ചെയ്യാണ്. വണ്ടി ഏതാന്ന് വിചാരിച്ചാൽ നമ്മൾ സുപ്രയാണ്. സുപ്ര കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും, കാരണം വണ്ടി എവിടെയെന്നില്ല കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ആരും ചെയ്തില്ല. എനിക്ക് എനിക്ക് ഒരു വിഷമല്ല, എന്നാലും ചെറിയ വിഷമം. അങ്ങനെ വണ്ടി നമ്മൾ എടുത്തുന്നു. നമ്മൾ പോവാക്കാൻ പറഞ്ഞത് പെട്രോളിലാണ് അടിച്ചുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ചെയ്തതെന്നാണ് കേസ്. നമുക്ക് നമ്മൾ വീടൊക്കെ സെറ്റാക്കി എടുത്തു, നമ്മളെ പൈസക്കാണ് സെറ്റാക്കി എൻ്റേതായിരുന്നു. അതുകൊണ്ട് കേസ് അതിൻ്റെ ഉള്ളിൽ കൂടെ മിറർ ചെറിയ രീതിക്കൊന്ന് തുറന്നെടുത്ത് പോയിട്ട് കൂടെ എടുത്തു കേസ്. റീഫില്ല് ചെയ്തോട്ടെ കേസ്. എന്നാൽ തീരെ പെട്രോൾ കഴിഞ്ഞ് തിരി അത് നമ്മൾ അടിച്ചോളാറുണ്ട്. ഫുൾ ടാങ്ക് അടിച്ചു പോകാം കേസ്. എൻ്റെ വരെ കയറില്ല, വെള്ളം കിട്ടുന്നു കേട്ടോ. ബോഡി കിറ്റൊക്കെ മാറ്റിയെന്ന് നമ്പർ കൂടെ എത്തിയില്ല നമുക്കൊക്കെ. ഇപ്പോൾ റീഫില്ല് ചെയ്തെന്ന് ഞാൻ വണ്ടി അങ്ങോട്ട് എടുക്കാം. വണ്ടിക്ക് തീരെ പവറില്ല ഇനി കേസ്, വേറെ ഒന്നുമില്ല. റീഫില്ല് ചെയ്യാത്തതിൻ്റെ പവർ ഇനി റീഫില്ല് ചെയ്തുകൊണ്ട് പവറൊക്കെ ഉണ്ട്. ഇപ്പം കത്തുണ്ട്, കത്തിച്ചു പോവാണ് കേസ്. ഇങ്ങോട്ട് കത്തിച്ചാൽ പോവാം കേസ്. നമ്മൾ ചെറിയ രീതിക്ക് ഗ്യാരേജ് നോക്കുന്നുണ്ട് കേസ്, നമ്മൾ കാഴ്ചയൊക്കെ വെക്കാൻ. അപ്പം വെക്കാനുള്ള ഗ്യാരേജായിട്ട് നോക്കുന്നുണ്ട് കേസ്. തട്ടി നമ്മൾ കാരണം നമ്മളെ വീട്ടിൽ വെക്കാൻ കഴിയില്ല കേസ്. അങ്ങനെ ഗ്യാരേജിൽ നമ്മൾ വെക്കില്ല, കാരണം മോഷണമൊക്കെ ചിലപ്പോൾ എടുക്കും. അതുകൊണ്ട് വെക്കാൻ സ്ഥലമില്ല കേസ്, അതാണ് പ്രശ്നം. സുഖം നമ്മൾ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ ഗ്യാരേജ് അല്ലെങ്കിൽ നമ്മൾ ആ ഗ്യാരേജിൽ തന്നെ വെക്കും. അതുകൊണ്ട് ഗ്യാരേജ് സെറ്റപ്പ് ഉണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ കാർ പാർക്കിംഗ് 2ലേക്ക് മാറും. അപ്പം ഗ്യാരേജൊക്കെ വരും ഗൈസ്. ഗ്യാരേജ് സ്ഥലം കാണിച്ചാൽ വണ്ടി കറക്കം കിട്ടുമോ? മുന്നേ വണ്ടി ഉണ്ട്, ബെൻസാണ് തോന്നുന്നുണ്ട്. BMW ബെൻസ് BMW ആണോ ബെൻസാണോ? അത് ഷോർട്ട് കട്ട് എടുത്ത് പോവാം. അങ്ങനെ നമ്മളിവിടെ വെക്കാണ്. എന്നിട്ട് ടോടിച്ച് സാധനം നമ്മൾ വാങ്ങിയെന്നാണ് ടോടിച്ച്. അപ്പോൾ അവിടെ കാണിച്ചാൽ വണ്ടി മോഡിഫൈഡ് ചെയ്തതാണ്. വാങ്ങിയപ്പം നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ മൊട്ടൻ്റെ വണ്ടിയിൽ പിന്നെ നമ്മൾ പണിത് ഇറക്കിയാണ്. കാണിച്ചാൽ ഈ വണ്ടി ഇവിടെ വെക്കണം, കാരണം നമ്മൾ പോകണമെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ വണ്ടി ഇപ്പോൾ പൊക്കാതി വണ്ടി ഇവിടെ പൊളിച്ചിടാം. പ്ലാൻ ശ്രദ്ധിച്ച വണ്ടി ആരോ കൊണ്ട് തട്ടിച്ചെന്ന് എന്താ പറയുക ഗൈസ്. ആരോ ഒന്നര കൊണ്ടുപോയി നല്ല രീതിക്ക് ഓടിച്ചെന്ന് നമ്മൾ ഓടിച്ചെടുക്കാൻ വരുമ്പോൾ നമ്മളൊരു വണ്ടി കൂടി എടുത്തുനിന്ന് സുബാറോ നമ്മളെ ഗാരേജിലേക്ക് എടുക്കാൻ. അപ്പം നമ്മളെ തോമസാണ് കേസ്. ചെങ്ങാനും
തക്ക നമ്മളാക്കി അത്രയാണ് വേഗം അല്ലെങ്കിൽ പണിയെടുത്ത് ഏർന്നാണ് വീടിനെ ഞാൻ ചോദിച്ചിട്ട് ഏതായിരിക്കും വണ്ടി നല്ല രീതിയിൽ പണിയുണ്ട് ജോണാണെങ്കിൽ 10 ഉദ്ഘാടനം കഴിച്ചു വേറൊന്നുമില്ല ഞാൻ ഉദ്ദേശിച്ച ഒന്നുമില്ല ഇവിടുന്ന് അറിയണം ജോയിന് വിഷമമാവാതെ നമുക്ക് നാട്ടിലേക്ക് നോക്കാം അതൊക്കെ പോലെ പ്രശ്നം ഉണ്ടാവുമെന്ന് എൻ്റെ നേരെ ഒന്ന് പോയിട്ട് ഓടി നമ്മൾ നന്നാക്കിയിട്ടൊക്കെ ഉണ്ട് ജോണെ ഈ ഗരേജ് ആരാന്ന് വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ജോൺ തന്നെയാണ് ജോണിനിപ്പോൾ 3 ഗരേജാണ് മേടിച്ചത് അതിനൊക്കെ മറ്റേന്ന് ലാഭമില്ലാത്തതുകൊണ്ടാണ് കേസ് അപ്പോൾ ഷോറൂമിൽ നടത്തുകയാണ് കേസ് എന്താ പേര് തീരെ ലാഭമില്ല കേസ് നമ്മൾ ജോണിന് ഫുൾ റീഫിൽ ചെയ്തതാണ് 138 ഉറുപ്പ്യ നേരത്തെ ആ റീഫിൽ ചെയ്തതിന് 115 ഉറുപ്പ്യ ഏറ്റുവാണല്ലോ നമ്മൾ ജോണ ചെറിയ രീതിക്ക് പൈസ വാങ്ങുന്നതോന്ന് സംശയമുണ്ട് നല്ല നേരം ഇവിടെ ആദ്യം ഞാൻ തട്ടലും മുട്ടലും നേരെ വിടുന്ന കേട്ടാണ് വിചാരിക്കുന്നത് വേറെ കേട്ടില്ല നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ കഴിഞ്ഞ ഒരു പോലീസിനെ ഒരു ക്രിമിനൽ അറ്റാക്കിന് രക്ഷിച്ചിനി അപ്പം രക്ഷിച്ച പോലീസ് ഓഫീസർ നമ്മൾ വിളിച്ച് ഇതെല്ലാം ഇതാണ് ഇപ്പോൾ നമ്മളെ ജോണിൻ്റെ ഷോറൂമുണ്ട് നമ്മളാണ് മേടിച്ചു കൊടുത്തത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇവിടെ ഒന്ന് ഇങ്ങനെ മെക്കാനിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെയായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നപ്പം നേരെ അങ്ങോട്ട് പോയിക്കാം അതായത് നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തിയത് കാർ ഇപ്പോഴെങ്കിലും പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്ത് ദിവസം അങ്ങനെ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് കൂടെ നമ്മൾ സംസാരിച്ചൊക്കെ ചെയ്തത് നമ്മൾ വിചാരിക്കണ്ട അവൻ്റെ കേസ് വിട്ടു വേറൊന്നുമില്ല കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഓഫീസറിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആ പോലീസ് ഓഫീസർ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് വരണ്ട ചെറിയ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ വന്നാണ് കേസ് അപ്പോൾ വന്നപ്പോൾ പറഞ്ഞ് എൻ്റെ പവറും പിന്നെ ആ ക്രിമിനൽസൊക്കെ ഉണ്ട് അപ്പോൾ ഓലൊക്കെ നമ്മൾ അലക്കിയിട്ടെന്ന് ഇപ്പോൾ ഇട്ടലക്കിന്ന് പറഞ്ഞാൽ ഇട്ടലക്കിന്ന് അപ്പം അത് കണ്ട് പോലീസ് ഓഫീസർ പറഞ്ഞ് എൻ്റെ പവറൊക്കെ പൊള്ളിയാണ് അതുകൊണ്ട് എന്നെ പോലീസിലേക്ക് എടുത്ത് യൂണിഫോമൊന്നും വേണ്ട പക്ഷെ ഇതൊരു വലിയ പോലീസാണ് പക്ഷേ സീക്രട്ട് പോലീസാണ് ആരെങ്കിലും ഇടയിൽ നിന്ന് ക്രിമിനൽസിനെ പോയി പിടിക്കണം അതിനുള്ള വണ്ടി അവിടെ ഉണ്ട് പറഞ്ഞത് കണ്ടിട്ട് മിനി കൂപ്പറാന്നാ തോന്നുന്നത് ഗൈസ് എൻ്റെ മോനെ മിനി കൂപ്പർ തന്നെ അത് സ്പോട്ട് എഡിഷൻ എൻ്റെ മോനെ സീൻ പോലീസ് കളർ ഏതാ നോക്കി ഗൈസ് സ്പെഷ്യൽ കാറാണ് ഗൈസ് ഇത് അതിന് ഗൈസ് കളറിൽ വരിക എൻ്റെ മോനെ സീൻ സാധനം നമ്മൾക്കെന്തോ ചെയ്ത് വെച്ചെന്ന് തോന്നുന്നുണ്ട് ഗൈസ് ചെയ്യാനെന്ന് തോന്നുന്നു കാരണം നമ്മൾ ലോക്കൊന്നും ഇല്ലാതല്ലേ വേറെ നമ്മളത് ലൈറ്റ്സൊക്കെ വയ്ക്കുന്നു സൗണ്ട് ടോയ്സ് ഈ വണ്ടിൻ്റെ ഓട്ടോറിക്ഷ വണ്ടിൻ്റെ ഒന്ന് കുറച്ച് പണിയൊക്കെ ചെയ്തു പറഞ്ഞു വണ്ടി ഇങ്ങോട്ട് കയറ്റിയാണ്ടാണ് പണിയാൻ തുടങ്ങി അപ്പം വണ്ടി ഒന്ന് കയറ്റി പണിതിട്ട് ഗൈസ് അങ്ങനെ നമ്മളെ വണ്ടിയൊക്കെ പണിയാണ് നിങ്ങൾ കാണാം സൂപ്പർ 1 സോങ്ങാണ് ഡാമേജ്ഡ് ഇവർക്കൊക്കെ നന്നാക്കി കൂടെ അതൊക്കെ നമ്മൾ നന്നാക്കിന്ന് പിന്നെ നമുക്ക് വണ്ടി എടുക്കാം ലിഫ്റ്റ് എന്താ വരാത്ത 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156
അങ്ങനെ നമ്മൾ വണ്ടി ഇറക്കിയെന്ന് നേരെ വിട്ടുകയാണ്. അത്ര തന്നെ ഉള്ളു. വണ്ടിയല്ലോ വേറെ ലുക്കാണ് കേസ്. അപ്പം കുറച്ച് ഫോട്ടോഷൂട്ട്സിനൊക്കെ സ്ഥലത്തൊക്കെ പോകണം കേസ്. അപ്പം കുറച്ച് കാർസ് ഉണ്ട് കേസ്, ഒക്കെ ഒന്ന് കാണിച്ചു തരാം. കുറച്ച് ചെറിയ ഓഫ് റോഡിങ് ടെസ്റ്റ് ചെയ്തത്. ഇത് പറ്റ താത്തിയതാണ് ഈ വണ്ടി, എന്നാലും ചെറിയൊരു ഓഫ് റോഡിങ്. പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനിക്ക് വേറെ വേറെ വണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഒരു മെയിൻ ഓഫ് വണ്ടി ഉണ്ട് അടുത്ത് തരും പറഞ്ഞു. തന്നാൽ പിന്നെ എല്ലാ പോലീസുകാരുടെ കയ്യിൽ നമുക്ക് വില ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു മെയിൻ ഓഫീസറാക്കി എന്ന് പറഞ്ഞത്. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ പോലീസ് സ്റ്റേഷനും. ഇനി നമുക്ക് ഫോട്ടോ കാസാണ് നമുക്കില്ല ഗൈസ്. അപ്പം ഇത് നമ്മളെ സുബാറുണ്ട്, പിന്നെ സോണ്ട സിവിക്ക്, പിന്നെ നമ്മളെ സൂപ്പറാണ് ഗൈസ്. അപ്പം എനിക്ക് ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് സുബാറോ ചെന്ന് ഇറങ്ങിയാണ് വെറും മറ്റേ വണ്ടിയാണ് എടുക്കുന്നത്. ഈ വണ്ടി ഒന്ന് പണിതിറക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ കൊണ്ടായിക്കോളും. നേരെ നമ്മൾ മിനി കൂപ്പർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം. നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അപ്പം മിനി കൂപ്പർ എടുത്ത് പോകാം. ബാക്കി വണ്ടി കയ്യിലാണ് വന്നോളൂ. ഞാൻ താറും കൊണ്ടുവരാം. മതി താറ് പിന്നെ അവിടെ തന്നെയാണ് ഗൈസ്. നമ്മൾ അപ്പാപ്പൻ്റെ അടുത്ത് പോവാണ്. അപ്പം നമ്മളിവിടെ വന്ന് എന്താ വെച്ചാൽ ഇവിടെ ആയിക്കോ നമ്മൾ ഗ്യാരേജ് പണിയാൻ പോണേ. അപ്പം ഇനി നമ്മൾ ആരെ അപ്പാപ്പൻ്റെ അടുത്ത് പോകണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ അപ്പാപ്പൻ്റെ അടുത്തേക്ക്. അപ്പോൾ അപ്പാപ്പൻ്റെ വീഡിയോ എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആവും. അപ്പം വീഡിയോ ഇവിടെ വെച്ച് വേണ്ടിയപ്പോൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.